ആഹാ, അതായതേ എന്താ പറയാ, എരിവും പുളിയും ലൈറ്റും മധുരവും ഉപ്പും എല്ലാം ചേർന്ന് അതിഗംഭീരം. അപ്പോഴേ നാരങ്ങ ഒരുപാട് കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അതിനു വേണ്ടി ഞാൻ കടുകെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ കടുകെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഇനി കടുകെണ്ണയുടെ സ്വാദ് ഉണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടാവും. പക്ഷേ ഒരു പ്രശ്നവുമില്ല, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ കടുകെണ്ണയാണെന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷെ കുറേ കാലം ഇത് കേടുകൂടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ കടുകെണ്ണയല്ലേ നല്ലത്. കടുകെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്, നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടട്ടെ, തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചേർത്ത് കൊടുക്കാം? ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തേക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറിവേപ്പില അരിഞ്ഞത് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വരട്ടെ. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലായിരിക്കണം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. അതായത് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കായപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് പച്ചമണം ഒന്ന് മാറി വരട്ടെ. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം അളവില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതേ താഴെ എല്ലാ അളവുകളും എഴുതി കാണിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ ഇളക്കി കൊടുക്കാം. ഉപ്പ് കൂടി ചേർക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്തിനാണ് ഇത്രയും ഉപ്പ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്രയും ഉപ്പ് വേണം. കാരണം ഇത് നല്ല പുളിയുള്ളതാണ് നാരങ്ങ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊപ്പം തന്നെ നമുക്ക് ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. അപ്പോൾ നല്ല എരിവും നല്ല പുളിയും നല്ല മധുരവും എല്ലാം കൂടി കലർന്ന ഒരു നല്ല അച്ചാറാണിത്. അപ്പോഴേ ഈ നാരങ്ങ എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നല്ല പഴുത്ത നാരങ്ങ തന്നെ വേണം എടുക്കാനായിട്ട്. അതായത് നല്ല മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ വേണം എടുക്കാനായിട്ട്. ഇത് 4 കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. 8 കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ അറിയാം. ഇത് 4 കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഞ്ഞ നാരങ്ങ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 30 നാരങ്ങയിലേക്ക് ഏകദേശം ഒരു 5-6 ഈന്തപ്പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് മധുരം ഭയങ്കരമായിട്ട് നിറഞ്ഞ ഒരു അച്ചാറല്ല ഇത്. നമുക്ക് ഇനി ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചൊറുക്കിയാണ്, അതായത് വിനാഗിരിയാണ്. വിനാഗിരി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിനാഗിരി ചേർത്തപ്പോൾ തന്നെ നല്ലൊരു മണം വന്നു തുടങ്ങി. അതായത് അച്ചാറിൻ്റെ മണം സാധാരണയായിട്ട് ഇങ്ങനെ കൊതിപ്പിക്കുന്ന ഒരു മണമാണല്ലോ. അപ്പം നാരങ്ങ അച്ചാർ ഈ രീതിയിൽ ചെയ്താൽ ഗംഭീര മണമാണ്, നല്ല സ്വാദുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഈന്തപ്പഴല്ലേ ചേർത്തിട്ടുള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് ശർക്കരയാണ്. കുറച്ച് ശർക്കരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3-4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ അച്ചാറ് റെഡി മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒന്ന് കഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവും ഉപ്പൊക്കെ ഇത്തിരി കൂടിയതായിട്ട് തോന്നും. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അച്ചാറൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അച്ചാർ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ സൂക്ഷിക്കുക. ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ച് എടുക്കുക. വളരെ ടേസ്റ്റുള്ള അച്ചാറാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.